നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു 5 മുതൽ 6 ലക്ഷം ആളുകൾ ബാധിച്ചിരിക്കുന്നൊരു അസുഖമാണ് സോറിയാസിസ്. വളരെ സ്കിന്നിനെ ബാധിക്കുന്നൊരു അസുഖമാണ്. നിങ്ങൾ കണ്ട് തലയിൽ കയ്യിലൊക്കെ പൊറ്റ പോലെ വരും, തലയിൽ പൊറ്റ പോലെ വരും, വെളുത്ത ഫ്ലേക്സ് പോലെ വരും, വെള്ളി കളറിലുള്ള ശലകങ്ങൾ പോലെ വരുന്ന ഒരു അസുഖമാണ് ഈ സോറിയാസിസ്. ഈ സോറിയാസിസ് കുറേ അതിൽ നല്ലൊരു പ്രൊപ്പോർഷൻ ആളുകളെ സന്ധികളെയും ബാധിക്കും. സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കൊച്ചി കേരളം തന്നെ ഒരു 1500ഓളം പേഷ്യൻസ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ളവർ നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസും സോറിയാസിൻ്റെ ചികിത്സയിൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് വലിയൊരു മുന്നേറ്റം സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എനിക്ക് ഒരു 2004-ലും 2005-ലും ഒക്കെ ആകപ്പെടെ മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞ മരുന്ന് മാത്രമേ സോറിയാസിന് ചികിത്സയ്ക്കായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സൈക്ലോസ്പോറിൻ 1-2 മരുന്നുകളേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ബയോളജിക്കൽ മരുന്നുകൾ, പുതിയ മരുന്നുകൾ വളരെ അവൈലബിളായി. അത് കഴിഞ്ഞ് അപ്രിമിലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു നല്ലൊരു മരുന്ന് വന്നു. അതിനുശേഷം ബയോളജിക്കൽ മരുന്നുകൾ വന്നു, TNF മരുന്നുകൾ വന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം 2 പുതിയ മരുന്നുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. 2 ബയോളജിക്കൽ മരുന്നുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഇത് രണ്ടിൻ്റെയും കൂടെ 2 ഇന്ത്യൻ കമ്പനീസാണ് ഇത് 2 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം 2 മരുന്നുകൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൽ 2 പുതിയ മരുന്നുകൾ വന്നു. ഈ സോറിയാസിൻ്റെ ചികിത്സയിലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു 95% ആളുകൾക്കും പൂർണ്ണമായിട്ടും സോറിയാസിസ് കൺട്രോളിൽ പരിധിയിൽ വരുത്താൻ സാധിക്കും. പണ്ട് കാലത്ത് വളരെ മിഥ്യാധാരണകളൊക്കെ ഉള്ള അസുഖമാണ്. കാരണം സ്കിന്നിലെ ബാധിക്കുന്നത് പകരും, അവർക്ക് സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ വരുന്ന തരത്തിലുള്ള, കാരണം ബാക്കി ആളുകൾ ഇടപഴകാത്ത തരത്തിലൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു അസുഖമായിരുന്നു അത്. അപ്പോൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ അതൊരു സർപ്പശാപമാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പണ്ട് കാലത്ത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ ബയോളജിക്കലുകളുടെ വരവുകളോടെ വളരെയധികം ഈ സോറിയാസ് കൺട്രോൾ ചെയ്യാൻ 90% ആളുകളും പൂർണ്ണമായിട്ടും അസുഖം കൺട്രോൾ ചെയ്ത് പരിധിയിൽ വരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള മരുന്നുകളെയാണ് ഈ ബയോളജിക്കൽ മരുന്നുകൾ എന്നാണ് ഇതിൻ്റെ പേര്. അതിന് പലപ്പോഴും ഇൻ്റർലൂക്കിൻ 17-23 പാത്വേ എന്ന് പറയുന്ന ഒരു സൈറ്റോകൈൻസാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അതിൻ്റെ പ്രവർത്തനത്തെ ശരിയായ രീതിയിലേക്ക് ആക്കുന്ന സൈറ്റോകൈൻസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റുന്ന തരത്തിലുള്ള മരുന്നുകളെയാണ് ഈ ബയോളജിക്കൽ മരുന്നുകൾ. ഈ IL-17-23 പാത്വേയിലുള്ള മരുന്നുകളെ പോയി ഇത് ഇൻഹിബിറ്റ് ചെയ്യുകയും ആ സൈറ്റോകൈൻസിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ സോറിയാസ് വളരെ പെട്ടെന്ന് കൺട്രോൾ ആകാറുണ്ട്. അതിനുള്ള മരുന്നുകൾ 2 തരത്തിലുള്ള മരുന്നുകളാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഓരോ മരുന്നുകൾ ലോഞ്ചായി. ഒന്ന് ടിൽഡ്രാക്കിസുമാബ് എന്ന് പറയുന്ന മരുന്നാണ്. പേരൊക്കെ കുറച്ച് കടുകട്ടിയാണ്. അത് ഇൻ്റർലൂക്കിൻ 23 ഇൻഹിബിറ്റ് ചെയ്യുന്നൊരു മരുന്നാണ്. അത് സൺഫാർമയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത്, ഇന്ത്യൻ കമ്പനിയാണ്. അതിൻ്റെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിന് മുമ്പുള്ള പഠനത്തിൽ കേരളം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അത് നമ്മൾ 15-20 പേഷ്യൻസ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇത് എടുക്കുന്നുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. കാരണം അത് ഒരു സ്റ്റഡിയുടെ പാർട്ടായിട്ടുള്ളത് കൊണ്ട് അവർക്ക് കിട്ടി. അവർക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് US-ലും UK-ലും ഒക്കെ ഒരു 3-4 വർഷമായിട്ട് ഈ മരുന്ന് അവൈലബിൾ ആണ്. സൺഫാർമ തന്നെയാണ് അവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? ഈ ഒരു 95% ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ, പൂർണ്ണമായിട്ടും അസുഖം പരിധിയിൽ വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. മാത്രം 3 മാസത്തിലൊരിക്കലാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നേരത്തെ വേറൊരു ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ മന്ത്ലി കോസ്റ്റ് വളരെ കൂടുതലായിരുന്നു. എന്നുവെച്ചാൽ ഒരു മന്ത്ലി കോസ്റ്റ് തന്നെ 50,000 രൂപ അടുപ്പിച്ച് വരുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ വന്നപ്പോൾ അതിൻ്റെ 1/3 ആയി. അതായത് 20,000 രൂപ അടുപ്പിച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു മന്ത്ലി കോസ്റ്റ്. അതും കുറച്ച് ഹയർ സൈഡിലാണ്. എനിക്ക് തോന്നുന്നു അടുത്ത 2-3 മാസത്തിനുള്ളിൽ അത് വീണ്ടും കുറഞ്ഞ് വരാനാണ് സാധ്യത. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ല 95% ആൾക്കാരും ഇത് അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ആകും. അതോടൊപ്പം തന്നെ സംഭവിച്ച വേറൊരു സാധനം യുസ്റ്റെക്കിനുമാബ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അതും ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിളായി. അതിൻ്റെ കോസ്റ്റ് നല്ല താരതമ്യേന കുറവാണ്. 8,000 രൂപയോ 7,000 രൂപ അടുപ്പിച്ചിട്ടാണ് മന്ത്ലി കോസ്റ്റ് അതിന് വരുന്നത്. അതിൻ്റെ കോസ്റ്റും അതും നല്ലൊരു തെറാപ്പിയാണ്. ഒരു ഇപ്ക എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതും ഈ സോറിയാസിസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതാണ്. അത് 3 മാസത്തിൽ എടുക്കേണ്ട ഇഞ്ചക്ഷനാണ്. അപ്പോൾ 3 മാസത്തിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് നമുക്ക് കൺവീനിയൻസും ഉണ്ട് അല്ലേ. പിന്നെ ഈ രണ്ടിൻ്റെയും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്ട് പ്രൊഫൈൽ വളരെ സേഫാണ്. വില കൂടി ഇഞ്ചക്ഷൻ ആകുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇഞ്ചക്ഷനാണ് സൈഡ് എഫക്റ്റ് വരുന്നു. ഇല്ല, ഇത് രണ്ടിൻ്റെ സൈഡ് എഫക്ട് പ്രൊഫൈലും യുസ്റ്റെക്കിനുമാബിൻ്റെ ആണെങ്കിലും ഈ ടിൽഡ്രാക്കിസുമാബിൻ്റെ ആണെങ്കിലൊക്കെ സൈഡ് എഫക്ട് പ്രൊഫൈലും ഒരു നല്ല രീതിയിൽ സേഫ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ അർത്ഥം എല്ലാവരും വിചാരിക്കുമോ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബയോളജിക്കൽസ് കൊടുത്താൽ മാത്രം സോറിയാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇല്ല. സോറിയാസ് ഉള്ളവരിൽ ഒരു 80% ആളുകൾക്കും 85% ആളുകൾക്കും ഇതൊന്നും വേണ്ടി വരില്ല. സാധാരണ നേരത്തെ പറഞ്ഞ അപ്രിമിലാസ്റ്റ് പോലെയുള്ള മരുന്നോ മെത്തോട്രെക്സേറ്റ് പോലുള്ള മരുന്നുകൾ ഒരു കോമ്പിനേഷനിൽ പ്രത്യേക രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 80-85% ആളുകൾക്കും ഈ അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബാക്കി 15-20% ആളുകൾക്കാണ് എന്ത് വേണ്ടി വരുന്നത്?
ഹയർ തെറാപ്പിയിലോട്ട് നമ്മൾ പോകേണ്ടി വരുന്നത്. ഹയർ തെറാപ്പിയിലോട്ട് പോകേണ്ടി വരുന്നവർക്ക് തന്നെ ഇപ്പോൾ ഒരു നമുക്ക് കുറച്ച് അഫോർഡബിൾ റേഞ്ചിലോട്ട് ഈ മരുന്നുകളുടെ വില വന്നതുകൊണ്ട് അത് അവർക്ക് എടുക്കാനും അസുഖം കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. അതുമാത്രമല്ല ഇന്ത്യൻ കമ്പനീസ് ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഭാവിയിൽ ഇതിൻ്റെ വില വീണ്ടും കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സോറിയാസിസ് ആർക്കെങ്കിലും ഫാമിലിയിൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ മരുന്നുകളുടെ ഒരു കണ്ടുപിടുത്തത്തോടെയും ഒരു അഫോർഡബിൾ റേഞ്ചിൽ മരുന്നുകൾ അവൈലബിൾ ആകുന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് നിങ്ങൾക്കൊരു സാധാരണ ജീവിതം നയിക്കാവുന്നതാണ്.